കോൺഗ്രസ്സുകാരനെ ഞങ്ങൾ എന്തിനാ ബോധ്യപ്പെടുന്നത്? ഓനാരാ? എന്തിന്? ഞങ്ങൾ അവരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ധനരാജിന്റെ ദൃക്സാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നാണ്. ആര്? അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പൊതുജനങ്ങളിലെ ബഹുജനങ്ങളിൽ നിന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചേരും. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശദീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബി കുഞ്ഞികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതില് ഞാൻ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ഏതാ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു? ഞാൻ ചോദിക്കട്ടെ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ ഇപ്പോ പാർട്ടിയുടെ ജാഥ നടന്നല്ലോ, സംസ്ഥാന ജാഥ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പോലെ കള്ളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടിയെങ്കിൽ ആ കള്ളന്മാരുടെ പാർട്ടിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വരുമോ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിരോധിക്കാനുള്ള വഴി പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജനങ്ങളുടെ മുമ്പാകെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ടി ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് ആ കുടുംബത്തിന് നൽകിയതിനകത്ത് ആ കുടുംബത്തെ ആദ്യം സഹായിച്ചു. ആ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതിൽ പോലും കൃത്രിമമുണ്ടെന്നും ആ ഫണ്ടിൽ ബാക്കിയുള്ളത് കുറച്ച് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് മാറ്റിവെച്ചു, കുറച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊക്കെ ഒരു നേതാവ്, ഞങ്ങളെ പുറത്തുള്ള ഒരു മാധ്യമപ്രവർത്തനമല്ല പറഞ്ഞത്, താങ്കളുടെ ജില്ലാ കമ്മിറ്റിയിൽ താങ്കളുടെ സഹപ്രവർത്തകനായിരുന്ന വി കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹമാണ് എക്സ് ആകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അത് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചാൽ അത് മാധ്യമങ്ങളുടെ പ്രചരണമില്ലല്ലോ. അല്ല, ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ. അതിൽ ജനങ്ങൾക്ക് പാർട്ടി അറിയാം. പാർട്ടി എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ വി കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു വിധത്തിലും ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ട് കൊടുക്കണ്ട. എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന കാലയളവ് 3 വർഷം. ആ ഒരു സമ്മേളന കാലയളവിൽ കൂടുതൽ 4 വർഷക്കാലം എടുത്തിട്ടാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. അപ്പോൾ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിനോ? അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ? ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് ഭഗമാരി ചെലവഴിച്ചൊന്നും കൊടുക്കണ്ട. അല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെലവഴിക്കണം. ആ സമയബന്ധിതമായി ചെലവഴിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ വരവ് ചെലവ് കണക്ക് സമയബന്ധിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ടി.എ. മസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി DC മെമ്പറാക്കി അയാളെ തരം താഴ്ത്തി. ഈ നടപടി പാർട്ടി സ്വീകരിച്ചതാണ്. ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്താ പ്രശ്നം? വി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ വി കുഞ്ഞികൃഷ്ണൻ ശരിയാവുള്ളൂ. അത് ശരിപ്പെടുത്താൻ വേണ്ടി
പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. തെറ്റ് തിരുത്തി അയാളെ ശരിയായ കമ്മ്യൂണിസ്റ്റാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി. ആ നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അതുപോരാ, അതിലപ്പുറം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്.